വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇറ്റ്സ് വിത്ത് അനാസർ ഖാലിദ്. അപ്പോൾ കേറ്റഡ് എൽ പി യു പി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കി പോവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവർ തീർച്ചയായും അതിന് മുമ്പുള്ള ക്ലാസ്സുകളൊന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ നമുക്കിന്ന് പുതിയ ക്ലാസ്സിലെ പുതിയ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും പഠിച്ചാലോ? അപ്പൊ നോക്കാം, ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ചാലഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. അവിടെ അതിന്റെ ഒരു ഉദ്ദേശപ്രായം എന്ന് പറയുന്നത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ വസ്തു സ്ഥൈര്യത്തെ കുറിച്ചുള്ള ബോധം കുട്ടിയിൽ ഉണ്ടാകുന്നു. ഒബ്ജക്ട് പെർമനൻസ് അല്ലെങ്കിൽ വസ്തു സ്ഥൈര്യത്തെ കുറിച്ചുള്ള ബോധം. ഇനി അതുപോലെ തന്നെ ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക് ക്രമമായി പുരോഗതി. അവിടെ കുട്ടികളിൽ പുരോഗതി ഉണ്ടാകുന്ന ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിതമായ വ്യവഹാരങ്ങളിലേക്ക് കുട്ടികൾ മാറ്റം അല്ലെങ്കിൽ കുട്ടികൾ ആ വ്യവഹാരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജിന് ഇന്ദ്രിയ ചാലഘട്ടമാണ്. അവിടെ വസ്തുസ്ഥൈര്യത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. അതുപോലെ ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക് ക്രമമായുള്ള മാറ്റം ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു ഘട്ടത്തിൽ. രണ്ട് മനസ്സിലാക്കേണ്ടത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എന്താണ് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്? ഇതിന്റെ ഒരു ഏകദേശ പ്രായം എന്ന് പറയുന്നത് 2 മുതൽ 4 വയസ്സ് വരെ. പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. 2 മുതൽ 7 വയസ്സ് വരെയാണ്. പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 മുതൽ 7 വയസ്സ് വരെയാണ്. അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് 2 മുതൽ 4 വയസ്സ് വരെയാണ് ആശയാധാന പൂർവ്വഘട്ടം. ആശയാധാന പൂർവ്വഘട്ടം പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. അടുത്തത് ഊഹനഘട്ടം ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 മുതൽ 7 വയസ്സ് വരെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാണ് ആശയാധാന പൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷൻ സ്റ്റേജ്. അതെന്ന് പറയുന്നത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. ഇനി അടുത്തത് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഊഹന ഘട്ടമാണ്. അത് 4 മുതൽ 7 വയസ്സ് വരെയാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ലഭിക്കുന്നു. പരിസ്ഥിതി വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ലഭിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് ഭാഷ വികസിക്കുന്നു. അതുപോലെ വസ്തുക്കളെ സൂചിപ്പിക്കാൻ പ്രതിരൂപങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നില്ല ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു 2 ഭാഗങ്ങളുണ്ട്. ആശയാധാന പൂർവ്വഘട്ടം പ്രീ കൺസെപ്ഷൻ സ്റ്റേജ്, ഊഹനഘട്ടം അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും ഉണ്ട്. അതിന്റെ ഒരു ഏകദേശ പ്രായം നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തെ ആശയാധാന പൂർവ്വഘട്ടം പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. ഇനി ഊഹനഘട്ടം ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 മുതൽ 7 വയസ്സ് വരെയാണ്. പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇവിടെ കുട്ടികളെ പരിസ്ഥിതി വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിദാനം ചെയ്യാനുള്ള ശേഷി കുട്ടികൾക്ക് ലഭിക്കുന്നു. രണ്ടെന്ന് പറയുന്ന ഭാഷ വികസിക്കുന്ന ഒരു സ്റ്റേജ് ഈ പറയുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിലാക്കിയത്. അടുത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ എന്താണ് യുക്തിപൂർവ്വം അല്ലെങ്കിൽ കുട്ടികളെ വർത്തമാനം ഭാവി എന്നിവയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അതുപോലെ ചിന്തയിലെ സ്ഥിരത ആർജിക്കുന്നു. അതുപോലെ യുക്തിപൂർവ്വം ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കും. യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്ന ഏത് സമയത്താണെന്ന് വെച്ചാൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 7 മുതൽ 12 വയസ്സ്. 7 മുതൽ 12 വയസ്സ് വരെയാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെ കുട്ടിയെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ഒരു ശേഷി ലഭിക്കുന്നു. അതുപോലെ തന്നെ പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള കഴിവ് ലഭിക്കുന്നു. ഇതെല്ലാം ഏത് ഘട്ടത്തിലാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് നടക്കുന്നത്. അടുത്ത് നോക്കാം, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഔപചാരിക വ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 12 വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് പ്രായപൂർത്തി വരെ ഏത് ഘട്ടമാണെന്ന് വെച്ചാൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ നിന്ന് 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നവരെ. ഈ ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പലതരം പരികല്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയും. പരികല്പന രൂപീകരിക്കുന്നതിനും പരിശോധിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അതുപോലെ അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നതിനുള്ള ഒരു ശേഷിയും കുട്ടികളിൽ ഉണ്ടാകുന്നു. അപ്പം ഗുണാത്മകവും തികച്ചും ചിട്ടയായ രീതിയിൽ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികൾ ലഭിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിനാണ്. അതിന്റെ ഒരു ഘട്ടം, അതിന്റെ ഒരു പ്രായം എന്ന് പറയുന്നത് 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നവരെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു? ഏത് സവിശേഷങ്ങളാണ് ഈ പറയുന്ന ഘട്ടങ്ങളിലുള്ളത്? അതായത് പരികല്പന രൂപീകരിക്കുന്നതിനും അവ അപഗ്രഹിക്കുന്നതിനും കഴിയുന്നു.
അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു, പരികല്പനകൾ രൂപീകരിക്കുന്നു, അവ അപഗ്രഹിക്കുന്നതിന് കഴിയുന്നു. അത് ക്യാൻ ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് അനലൈസ് ദ. രണ്ട്, അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു, നാഷണലി സോൾവ് അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്. അപ്പൊ ഇത് ഏതൊരു ഘട്ടത്തിൽ, ഏത് വൈജ്ഞാനിക വികാസത്തെ ഏത് ഘട്ടത്തിലെ സവിശേഷത ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഏതൊക്കെയാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മുടെ വൈജ്ഞാനിക വികാസത്തിന് JPH വൈജ്ഞാനിക വികാസ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ചാല ഘട്ടമാണ്. അതെന്ന് പറഞ്ഞാൽ ജന്മം മുതൽ 2 വയസ്സ് വരെയാണ്. അവിടെ കുട്ടി വസ്തുസ്ഥിരതയെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതുപോലെ ഇച്ഛാധിഷ്ഠിതമായി പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉദ്ദേശാധിഷ്ഠിത പ്രവർത്തനങ്ങളിലേക്ക് മാറുന്ന ഒരു ക്രമം നടക്കുന്നത് ഇന്ദ്രിയ ചാലഘട്ടത്തിന്റെ ഒരു സ്റ്റേജിലാണ്. അടുത്ത പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണെന്ന് പറഞ്ഞു. അത് നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ചാൽ അതെന്താ, ഒരു പ്രീ കൺസെപ്ഷൻ ലെവലും ഉണ്ട്, അതുപോലെ ഒരു ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും ഉണ്ട്. അപ്പൊ പ്രീ കൺസെപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ആശാധാന പൂർവ്വഘട്ടം. അവിടെ ആശാധാന പൂർവ്വഘട്ടം എന്ന് പറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. അവിടെ രണ്ടാമതൊരു ഘട്ടം കൂടെ ഉണ്ട്, ഊഹന ഘട്ടം, ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് 4 മുതൽ 7 വയസ്സ് വരെ. ഇവിടെ കുട്ടികളെ പരിസ്ഥിതി വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി കുട്ടികളെ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഭൂതവർത്തമാനകാലം അനുഭവപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. അതായത് ഭൂതവർത്തമാനം, അവിടെ എന്താണ് ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ ഈ പറയുന്ന എന്താണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്, ഊഹന ഘട്ടത്തിലേക്ക് പ്രതിപാദിക്കും. അപ്പൊ അടുത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെ പിന്നെ കുട്ടി യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കുന്നു. അതുപോലെ എന്താണ് അതായത് പല കാര്യങ്ങൾ എന്താണ് വ്യവഹാരങ്ങളിൽ പല വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷിയും കുട്ടി കൈവരിക്കുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അത് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി കുട്ടികൾ വർദ്ധിക്കുന്ന ഒരു ഘട്ടം ഏതാണെന്ന് വെച്ചാൽ മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഔപചാരിക മനോവ്യാപാര ഘട്ടം, നേരത്തെ പറഞ്ഞ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെയാണ് ഈ പരികല്പനകൾ രൂപീകരിക്കുന്നതിനും അപകരിക്കുന്നതിനും കഴിവ് കുട്ടിയിൽ ലഭിക്കുന്നത്. അതുപോലെ അമൂർത്തമായ പ്രശ്നങ്ങൾ യുക്തിപൂർവ്വം പരിഹരിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ലഭിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അതിന്റെ പ്രായം എന്ന് പറയുന്നത് 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്ന വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ RPWD ആക്ട് 2016 പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത്? അപ്പൊ ഹൗ മെനി ഡിസബിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ലിസ്റ്റ് ആസ് പെർ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016? ഉത്തരം 21 ആണ്. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം പ്രകാരം ആക്ട് 2016 പ്രകാരം എത്ര വൈകല്യങ്ങളുടെ ലിസ്റ്റുകളാണുള്ളത്? വൈകല്യങ്ങളുടെ ലിസ്റ്റിൽ പ്രതിപാദിച്ചതെന്ന് വെച്ചാൽ 21 വൈകല്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എത്രയായിരിക്കും? അപ്പൊ 10 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സാണ് 8 തന്നിരിക്കുന്നത്, അയാളുടെ ബുദ്ധിമാനമാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബുദ്ധിമാപനം അല്ലെങ്കിൽ മെഷർ ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചാണ്. അപ്പൊ ബുദ്ധിമാപനം അല്ലെങ്കിൽ മെഷർ ഓഫ് ഇന്റലിജൻസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ബുദ്ധിയെക്കുറിച്ച് ശാസ്ത്രീയമായ ഗവേഷണം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർ ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. സർ ഫ്രാൻസിസ് ഗാൽട്ടൺ എന്തുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്? ബുദ്ധിയെക്കുറിച്ച് ശാസ്ത്രീയമായ പരീക്ഷണം ആരംഭിച്ചത് അല്ലെങ്കിൽ ശാസ്ത്രീയ ബുദ്ധിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് ആരാണ്? ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. ഇനി അദ്ദേഹത്തെ അതിനാൽ ബുദ്ധിമാപനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നു. ഫ്രാൻസിസ് ഗാൽട്ടൺ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നു. ഇനി മനസ്സിലാക്കാം, ബുദ്ധിമാപനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. അദ്ദേഹമാണ് ശാസ്ത്രീയ ബുദ്ധിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാൻ ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനിയാണ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിച്ചത് ആരെന്ന് വെച്ചാൽ ആൽഫ്രഡ് ബിനിയാണ്. അദ്ദേഹത്തെയാണ് ബുദ്ധി പരീക്ഷകളുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനിയാണ്. അപ്പൊ നമ്മള് ബുദ്ധി എന്ന് പറയുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായ അന്വേഷണം ആരംഭിച്ചാരെന്ന് ചോദിച്ചുള്ളത് ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. അദ്ദേഹത്തെയാണ് ബുദ്ധിമാപനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ബുദ്ധിയെ വസ്തുനിഷ്ഠമായ ബുദ്ധിശക്തിയെ കുറിച്ച് നിർണ്ണയിച്ചതാണെന്ന് ആൽഫ്രഡ് ബിനിയാണ്. അദ്ദേഹമാണ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ബിനിയാണ് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആൽഫ്രഡ് ബിനിയും ശിശുരോഗ വിദഗ്ധനായ തിയോഡർ സൈമണും ചേർന്ന് ആദ്യത്തെ ബുദ്ധിശോധകം അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കി. ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കിയത് ആരൊക്കെയാണ്? ആൽഫ്രഡ് ബിനിയും അതുപോലെ തിയോഡർ സൈമൺ എന്ന വ്യക്തിയുമാണ്. അവർ രണ്ടുപേരും ചേർന്ന് ഇന്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കി. അപ്പൊ ഈ ഇന്റലിജൻസ് ടെസ്റ്റ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിശോധനം അറിയപ്പെടുന്നത് ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്നാണ്. അപ്പൊ ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്ത ആദ്യമായി ബന്ധപ്പെട്ടാണ് ആൽഫ്രഡ് ബിനിയും അതുപോലെ തിയോഡർ സൈമണും ചേർന്നാണ് ആദ്യത്തെ ബുദ്ധിശോധകം അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കിയത്. അതിന് ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്.
ഇനി ഈ ബിനറ്റ് സൈമൺ സ്കെയിലാണ് ആദ്യമായിട്ട് കാലിക വയസ്സ്, ക്രോണോളജിക്കൽ വയസ്സ്, അതായത് കാലിക വയസ്സിന് ക്രോണോളജിക്കൽ വയസ്സ്, അതായത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വയസ്സാണ് കാലിക വയസ്സിന് ക്രോണോളജിക്കൽ വയസ്സ് എന്ന് പറയുന്നത്. പിന്നെ മാനസിക വയസ്സെങ്കിൽ മെന്റൽ ഏജ് എന്ന് പറയും. അപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഈ ബുദ്ധി മാപിനിയിലാണ്. അപ്പൊ ബുദ്ധി മാപിനിയില് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് എന്താണ്? കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ്, അതുപോലെ തന്നെ മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സ്. ഇതിലൂടെ കാലിക വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ യഥാർത്ഥ വയസ്സാണ് കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി ആ ബുദ്ധിശോധകത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വയസ്സ് കണ്ടെത്തുന്നത്. അപ്പൊ മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ ബുദ്ധിശോധകത്തിൽ വ്യക്തിക്ക് ലഭിക്കുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനെ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഫാദർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിമാപനത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുന്നത് ആരാണ്? അതാണ് ഫ്രാൻസിസ് ഗാൽട്ടൺ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ബിനറ്റ് സൈമൺ സ്കെയിൽ പ്രിപ്പയർ ചെയ്ത ആരൊക്കെയാണ്? അല്ലെങ്കിൽ ആദ്യ ഇന്റലിജൻസ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആരൊക്കെയാണ്? ആൽഫ്രഡ് ബിനെയും അതുപോലെ തന്നെ തിയോഡർ സൈമൺ ആണെന്നൂടെ ഓർത്തു വയ്ക്കുക. അങ്ങനെ ബിനറ്റ് സൈമൺ സ്കെയിൽ എന്നാണ് ഈ ടെസ്റ്റ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ മാനസിക വയസ്സ്, കാലിക വയസ്സ് എന്നീ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് ബുദ്ധിമാപിനിയിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബുദ്ധിമാനം അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യൻ എന്നറിയും. ബുദ്ധിമാനം അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാണെന്ന് വെച്ചാൽ വില്യം സ്റ്റേൺ ആണ്. അപ്പൊ വില്യം സ്റ്റേൺ ആണ് ബുദ്ധിമാനം അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി ഈ ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. എന്നാൽ ബുദ്ധിമാനത്തിന്റെ ഒരു സൂത്രവാക്യം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ, ബുദ്ധിമാനത്തിന് ഒരു സൂത്രവാക്യമുണ്ട്. ആ ബുദ്ധിമാനം എന്ന് വെച്ചിരിക്കുന്നത് ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്. അപ്പൊ ഇന്റലിജൻസ് കോഷ്യന്റ് സൂത്രവാക്യമുണ്ട്. അതാണ് എന്താണ്? IQ is equal to MA/CA into 100. IQ is equal to MA/CA into 100 എന്ന് പറഞ്ഞൊരു സൂത്രവാക്യമുണ്ട്. അത് ബുദ്ധിമാനത്തിന്റെ സൂത്രവാക്യമാണ്, അല്ലെങ്കിൽ എന്താണ്? IQ-ന്റെ സൂത്രവാക്യമാണ്. ഇവിടെ ഈ സൂത്രവാക്യം കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ ലൂയി ടെർമൻ ആണ്. അപ്പൊ ബുദ്ധിമാനം അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഇത് വില്യം സ്റ്റേൺ ആണ് ആ പദം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ മാപനത്തിലുള്ള സൂത്രവാക്യം കണ്ടെത്തിയത് ലൂയി ടെർമൻ ആണ്. ഈ ബുദ്ധിമാപനം ഇന്റലിജൻസ് കോഷ്യന്റ് ബന്ധപ്പെട്ട സൂത്രവാക്യം തയ്യാറാക്കിയത്. അത് എന്താണ്? IQ is equal to MA/CA into 100. ആ MA എന്ന് ഉദ്ദേശിക്കുന്ന മെന്റൽ ഏജും CA എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോണോളജിക്കൽ ഏജുമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് IQ is equal to MA/CA into 100 എന്ന് പറയുമ്പോൾ ഇവിടെ IQ കണ്ടെത്താൻ നമ്മൾ MA/CA എഴുതും. മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ 8 എന്നാണ് നിൽക്കുന്നത്. അപ്പൊ MA എന്നുള്ള സ്ഥലത്ത് നമ്മൾ 8 കൊടുക്കുന്നു. ഇനി അവിടെ കുട്ടിയുടെ വയസ്സ്, അതായത് ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കാലിക വയസ്സ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ 10 എന്ന് കൊടുക്കുന്നു. അപ്പൊ 8/10 ഇനി നമ്മളൊരു 100 ഉണ്ട് ഇൻറ്റു 100. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 80 എന്നാണ്. അപ്പൊ എന്താണ് ഇവിടെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ ആ കുട്ടിയുടെ എത്രയാണെന്ന് വെച്ചാൽ 80 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, IQ ഒരു കുട്ടിയുടെ ബുദ്ധിമാനം നമ്മൾ കണക്കാക്കുമ്പോൾ അതിന്റെ 100-ന് മുകളിലാണ് അതിന്റെ IQ നേടുന്നവരാണെങ്കിൽ തികച്ചും അവർ മികച്ച കുട്ടികൾ തന്നെയായിരിക്കും. ഇനി IQ 100-ന് താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് എന്താണ് ശ്രദ്ധ ആവശ്യമുള്ളവരും അവർ അല്പം പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നവരുമായിരിക്കും. ഇനി 100 ആണ് അവർക്ക് ലഭിക്കുന്ന IQ എങ്കിൽ അവർ ശരാശരിക്കാരായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ബുദ്ധിമാപനത്തിലൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ അതിന് ഒരു ബുദ്ധി നിലവാരത്തിന്റെ വർഗീകരണം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ലൂയിസ് ടെർമന്റെ ബുദ്ധി നിലവാരത്തിന്റെ വർഗീകരണം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ബുദ്ധി നിലവാരത്തിന്റെ വർഗീകരണം പറയുകയാണെങ്കിൽ 30-ന് താഴെയാണ് ബുദ്ധി എങ്കിൽ ആ ബുദ്ധിയുള്ളവരെ ജഡബുദ്ധി അല്ലെങ്കിൽ ഇഡിയറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജഡബുദ്ധി അല്ലെങ്കിൽ ഇഡിയറ്റ് എന്ന് പറയുന്നത് 30-ന് താഴെ ബുദ്ധിയുള്ളവരാണ്. ഇനി 30-നും 50-നും ഇടയിലുള്ള ബുദ്ധിയുള്ളവരെ ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബിസൈൽ എന്ന് വിളിക്കും. ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബിസൈൽ എന്ന് വിളിക്കുന്നത് 30-നും 50-നും ഇടയിൽ ബുദ്ധിയുള്ളവരാണ്. ഇനി 50-നും 70-നും ഇടയിൽ ബുദ്ധിയുള്ളവർ, നമ്മൾ ഈ 50-70 എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ ബുദ്ധിമാനം നമുക്ക് ചെയ്ത് കാലിക വയസ്സും അതുപോലെ തന്നെ മാനസിക വയസ്സും വെച്ചുകൊണ്ടുള്ള സൂത്രവാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ ബുദ്ധിമാനത്തിലൂടെയാണ് നമ്മൾ ഈ ആ ഒരു എന്താണ് റേഞ്ച് കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു 30-ൽ കുറവാണെങ്കിൽ അത് ജഡബുദ്ധി അല്ലെങ്കിൽ ഇഡിയറ്റ്സ് ആയിരിക്കും. ഇനി 30-നും 50-നും ഇടയിലാണെങ്കിൽ ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബസൈൽ ആയിരിക്കും. ഇനി 50-നും 70-നും ഇടയിലാണ് ബുദ്ധി എങ്കിൽ മൂഢബുദ്ധി അല്ലെങ്കിൽ മോറോൺ എന്നാണ്. മൂഢബുദ്ധി അല്ലെങ്കിൽ മോറോൺ, മോറോൺ എന്നാണ്. ഇനി 70-നും 85-നും ഇടയിലാണ് ബുദ്ധി എങ്കിൽ മന്ദബുദ്ധി അല്ലെങ്കിൽ ഡണ്ട എന്നാണ്. 70-നും 85-നും ഇടയിലാണ് ബുദ്ധിമാനം ലഭിക്കുന്നതെങ്കിൽ
മന്ദബുദ്ധിയിലേക്ക് ഡള്ളാണെന്ന് മനസ്സിലാക്കാം. ഇനി 85-നും 115-നും ഇടയിലാണെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി ബുദ്ധിയാണ്. 85-നും 115-നും ഇടയിൽ ശരാശരി ആവറേജ് ബുദ്ധിയുള്ളവരായിരിക്കും. ഇനി 115 മുതൽ 130 വരെ ആണെങ്കിൽ അവരെ ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ സുപ്പീരിയർ എന്നറിയപ്പെടും. ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയുന്നത് 115 മുതൽ 130 വരെയാണ്. ഇനി 130-ന് മുകളിലാണെങ്കിൽ അവരെ പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ജീനിയസ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ബുദ്ധിമാനം എന്ന് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ബുദ്ധിമാനം അളക്കുന്നതെന്ന് മനസ്സിലായി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് കോഷ്യന്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഫാദർ ഓഫ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് അല്ലെ. ബുദ്ധിമാനത്തിന്റെ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ അല്ലെ എന്താണ് ഇന്റലിജൻസ് ടെസ്റ്റ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ആരെന്ന് മനസ്സിലാക്കി. അതുപോലെ ബിനെറ്റ് സൈമൺ സ്കെയിലിനെ കുറിച്ചും മനസ്സിലാക്കി. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘടകങ്ങളുടെയാണ് ആശയ രൂപീകരണം നടക്കുന്ന അഭിപ്രായപ്പെട്ടത് ആരാണ്? Concept formation takes place through inactive stage, iconic stage and symbolic stage. This opinion was put forward by ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ്. അപ്പൊ ജെറോം എസ് ബ്രൂണറിന്റെ ആശയ രൂപീകരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഇതൊക്കെയാണ് പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ്, ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ്, അതുപോലെ തന്നെ പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്. ഈ ഒപ്പീനിയൻ ആരുടെയാണെന്ന് വെച്ചാൽ ജെറോം എസ് ബ്രൂണർ ആണെന്ന് മനസ്സിലാക്കി. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയരൂപീകരണം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ജെറോമസ് ബ്രൂണർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? A student got good score in unit test. Teacher gave exemption to that student from writing assignment of copying the lesson to notebook. This is an example of ഇവിടെ കുട്ടി നല്ല സ്കോർ നേടിയാൽ കുട്ടിയെ നോട്ട്ബുക്കിൽ ഒരു പാഠഭാഗം പകർത്തി എഴുതുന്നതും ടീച്ചർ ഒഴിവാക്കുന്നു. അപ്പൊ അത് എന്തിനുള്ള ഉദാഹരണമാണ്? അതാണ് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ നടന്നത്. കുട്ടി നല്ല സ്കോർ നേടിയതിന് കുട്ടി ആ ഒരു അസൈൻമെന്റ് നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉദാഹരണമാണെന്ന് ഓർത്തു വയ്ക്കും. അടുത്ത നോക്കാം. വൈജ്ഞാനിക വികാസത്തിന് വിവിധ ഘട്ടങ്ങളെ ഒരു ഘട്ടത്തിന് സവിശേഷമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഹിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. ഏതാണ് ഈ വൈജ്ഞാനിക വികാസ ഘട്ടം? The characteristics of a stage of cognitive development is given below. First one, can formulate hypotheses and analyze them. Second one, rationalize, solve abstract problems. Which is a state of cognitive development? Cognitive development ഈ സ്റ്റേജസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഘട്ടങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്നാണ് ഇന്ദ്രിയ ചാലഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. 2 പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. 3 മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. 4 ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ. മാസ്റ്ററുടെ ആവശ്യങ്ങളുടെ ശ്രേണി വിവിധ തലങ്ങളാണ്. ജൈവിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. The different stage and hierarchy of needs proposed by Abraham Maslow are physiological needs, safety needs, esteem needs, love needs. The order of these needs from lower level to higher level. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആവശ്യങ്ങളുടെ ആ ഒരു ശ്രേണിയിലെ ഉയർന്ന തലത്തിലുള്ളതെന്നും താഴ്ന്ന തലത്തിലുള്ള ക്രമപരമായി ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ആവശ്യങ്ങളുടെ ശ്രേണി നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യം ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയാലോ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എബ്രഹാം മാസ്ലോ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയുടെ ഉപജ്ഞാനം എന്നറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോ ആണ്. ഇനി അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് മറ്റു പേരുള്ള അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി. ഇനി ക്രമീകരണ ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇനി അഭിലാഷ സ്തരം അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ആസ്പിരേഷൻ എന്നിവയെല്ലാം എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തങ്ങളുടെ പേരുകളാണ്. എന്താണ് മോട്ടിവേഷൻ തിയറി അല്ലെങ്കിൽ അഭിപ്രേരണ സിദ്ധാന്തം, ക്രമീകരണ ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഇനി അഭിലാഷ സ്തരം ലെവൽ ഓഫ് ആസ്പിരേഷൻ. ഈ സിദ്ധാന്തങ്ങൾ അല്ല എബ്രഹാം മാസ്ലോയുടെ ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ഈ പറഞ്ഞതില്. അപ്പൊ എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തങ്ങളിൽ ആവശ്യങ്ങൾ ശ്രേണി എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ പ്രധാനം ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആരാണ്? എബ്രഹാം മാസ്ലോ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അതുപോലെ
അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി, ക്രമീകരണ സിദ്ധാന്തം അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അഭിലാഷാസ്തരം ലെവൽ ഓഫ് ആസ്പിറേഷൻ ഇവയെല്ലാം എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തത്തിന്റെ പേരുകളാണ്. അപ്പോൾ നോക്കാം, അഭിപ്രേരണ ക്രമം, ക്രമീകരണ ശ്രേണി, അഭിപ്രേരണ ക്രമം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് അതിനൊരു ക്രമീകരണ ശ്രേണിയുണ്ട്. ക്രമീകരണ ശ്രേണി പ്രധാനമായി 2 മേഖലകളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് അപര്യാപ്ത ആവശ്യങ്ങൾ, ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ക്രമീകരണം എന്ന് പറയുന്നത് 2 മേഖലയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അപര്യാപ്ത ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി നീഡ്സ് എന്നും, 2 വളർച്ചാ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് നീഡ്സ് എന്നും. ഇവയെ പിന്നെയും വീണ്ടും 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ അപര്യാപ്ത ആവശ്യങ്ങൾ ഡെഫിഷ്യൻസി നീഡ്സിൽ പ്രധാനമായി ഉള്ളത് എന്താണ്? കായിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ്. കായികമായിട്ട് ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഒരു അപര്യാപ്ത ആവശ്യം. 2 സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ അപര്യാപ്ത ആവശ്യം. ഇനി സംബന്ധിത്വം അല്ലെങ്കിൽ സ്നേഹപരം അല്ലെങ്കിൽ ബിലോങ്നെസ് ഓർ ലവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ആവശ്യം. എന്താണ്? അപര്യാപ്ത ആവശ്യം, മൂന്നാമത്തെ അപര്യാപ്ത ആവശ്യം. ഇനി നമ്മൾ പറഞ്ഞു 2 വളർച്ചാ ആവശ്യങ്ങളുണ്ട്. അത് ഏതാണ്? ആത്മധാരണം അല്ലെങ്കിൽ ബഹുമതി അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് ഒരു വളർച്ചാ ആവശ്യമാണ്. അതുപോലെ തന്നെ ആത്മയാഥാർത്ഥ്യവൽക്കരണം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വളർച്ചാ ആവശ്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എബ്രഹാം മാസ്ലോയുടെ എന്താണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ പ്രധാനപ്പെട്ട തലങ്ങൾ ഇവിടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് 2 മേഖലയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്? അപര്യാപ്ത ആവശ്യങ്ങളും വളർച്ചാ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ അപര്യാപ്ത ആവശ്യങ്ങൾ പ്രധാനം മനസ്സിലാക്കേണ്ടത് കായികമായ ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ്, 2 എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ സുരക്ഷിതത്വം, 3 എന്ന് പറയുന്നത് സംബന്ധിത്വം അല്ലെങ്കിൽ സ്നേഹപരം ബിലോങ്നെസ് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നു. ഇനി വളർച്ചാ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ബഹുമതി അല്ലെങ്കിൽ ആത്മധാരണം സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ ഒരു വളർച്ചാ ആവശ്യമാണ്. അതുപോലെ ആത്മയാഥാർത്ഥ്യവൽക്കരണം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വളർച്ചാ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്രമം നോക്കുകയാണെങ്കിൽ ആദ്യം വരേണ്ടത് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ കായിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ജൈവിക ആവശ്യങ്ങൾ. 2 എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ എന്താണ്? സുരക്ഷിതത്വം തന്നെയാണ്. 3 എന്ന് പറയുന്നത് ലവ് നീഡ്സ് അല്ലെങ്കിൽ സംബന്ധിത്വം അല്ലെങ്കിൽ സ്നേഹപരം ബിലോങ്നെസ് അല്ലെങ്കിൽ ലവ് നീഡ്സ് ആണ് മൂന്നാമത് വരേണ്ടത്. ഇനി 4ാമതാണ് എന്ത് വരേണ്ടത്? ധാരണം അല്ലെങ്കിൽ ബഹുമതി അല്ലെ എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് 4ാമതായിട്ടാണ് വരേണ്ടത്. ഇനി 5ാമതായിട്ട് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ എന്താണ്? ആത്മയാഥാർത്ഥ്യവൽക്കരണം. അതാണ് 5ാമത് വരേണ്ടത്. ഇനി ഇതിലൂടെ എബ്രഹാം മാസ്ലോ എന്താണ് മനസ്സിലാക്കി തരുന്നത്? ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണം അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണം എന്നാണ് എബ്രഹാം മാസ്ലോയുടെ ഒരു അഭിപ്രായം. അപ്പൊ അതാണ് ഇത് പറഞ്ഞ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ വരുന്ന വിവിധ തലങ്ങളെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ എബ്രഹാം മാസ്ലോയുടെ വിവിധ സിദ്ധാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തത്തിന്റെ പേരെന്താണ്? ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം അല്ലെങ്കിൽ എന്താ? ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി നമ്മൾ പറഞ്ഞു. അതുപോലെ മോട്ടിവേഷൻ തിയറി, അഭിപ്രേരണ സിദ്ധാന്തം മനസ്സിലാക്കി. അതുപോലെ അഭിലാഷ സ്ഥലം അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് ക്രമവിരുദ്ധമായ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് തലാസീമിയ. ക്രമവിരുദ്ധമായ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിന് മൂലമുണ്ടാകുന്ന രോഗമാണ് തലാസീമിയ. അപ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞോ അല്ലെങ്കിൽ എന്താണ് ക്രമവിരുദ്ധമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ അസുഖത്തിന്റെ പേരാണ്, ആ ഒരു രോഗത്തിന്റെ പേരാണ് തലാസീമിയ. ഡിസോർഡർ അറൈസ് വിത്ത് അബ്നോർമൽ ലെസ് പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് തലാസീമിയ. ഇനി ഒരു വ്യക്തിയുടെ സവിശേഷത എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിലിൽ നിന്നാണ് വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. The extent and intensity of characteristics of a person can be better obtained from a rating scale. അടുത്ത് നോക്കാം, അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രത്തിന്റെ പേര് ആണ് ചോദ്യം. ഉത്തരം ഡേവിഡ് മെക്ലെൻഡ്. അപ്പം അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രത്തിന്റെ പേരാണ് ഡേവിഡ് മെക്ലെൻഡ്. അപ്പം നെയിം ഓഫ് സൈക്കോളജിസ്റ്റ് who related need for affiliation, power and achievement with motivation is ഡേവിഡ് മെക്ലെൻഡ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ